കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടി സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന സാവകാശത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വേദഭാഗം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രിയപ്പെട്ടവരെ, വളരെ പ്രതികൂലം നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രതികൂലത്തെ അതിജീവിക്കുവാൻ, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന യുദ്ധത്തെ ജയിക്കുവാൻ നമുക്ക് കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അതുകൊണ്ടാണ് വേദപുസ്തകം ഇങ്ങനെ പറയുന്നത്, ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. നാം ഏകാന്തരായി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ യാത്രയിലുടനീളം ഒരു അദൃശ്യനുള്ളത് വളരെ ആശ്വാസമാണ്. വീണു പോകുമ്പോൾ താങ്ങാനും, താണു പോകുമ്പോൾ ഉയർത്താനും, തകർന്നു പോകുമ്പോൾ ചേർക്കാനും, ക്ഷീണിക്കുമ്പോൾ ബലപ്പെടുത്തുവാനും ഒരാൾ നമ്മോടൊപ്പം ഉള്ളത് എന്തുകൊണ്ടും ഏറെ നന്നാണ്. നമുക്കൊറ്റയ്ക്ക് ചെയ്യുവാൻ കഴിയാത്തത് ദൈവത്തോട് കൂടി ചേർന്ന് ചെയ്ത് വിജയിക്കുവാൻ കഴിയും. സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഒരു സൈന്യത്തെ പോലും എനിക്ക് എതിർക്കുവാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് മുൻപിലുള്ള സകല രഹസ്യവും പരസ്യവുമായ പ്രശ്നങ്ങളെ ചാടിക്കടക്കുവാൻ കഴിയും. ആകയാൽ ദൈവത്തോടുകൂടി ചേർന്ന് സകല പ്രതികൂലങ്ങളെയും മറികടന്ന് ദൈവിക പ്രവർത്തിക്കായിട്ട് ദൈവകരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.